ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. 11/4/2026 സെക്കൻഡ് സാറ്റർഡേ 6 സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ വരുന്നത്. വാഴ, ദൃശ്യം 2, ദുരന്തർ 2, ആട് 3, പ്രതിച്ഛായ, മോഹിനിയാട്ടം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. മോഹിനിയാട്ടത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യ ദിനം സിനിമയ്ക്ക് 442 ഷോകളിൽ നിന്ന് 25,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് ലഭിച്ചത് ട്രാക്കിംഗ് കളക്ഷനിലൂടെ 42,50,000 രൂപയായിരുന്നു. അതായത് ഇന്ന് പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 ലക്ഷം രൂപ 49.5 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമ 1 കോടിക്ക് മുകളിലേക്ക് നേടിയിട്ടുണ്ടാകാം എന്നുള്ള പ്രതീക്ഷയാണ്. അതിനുള്ള അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. രണ്ടാം ദിവസമായ ഇന്ന് 355ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. നല്ല ലെവലിലുള്ള ഒക്യുപ്പൻസി കൂടുന്ന കാണാൻ കഴിയുന്നു. 28,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ 29,000-ലേക്ക് കടക്കുന്നു. ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. 47% തിയേറ്റർ ഒക്യുപ്പൻസി വന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ സിനിമയ്ക്ക് 48,12,000 രൂപയാണ് കളക്ഷനായി ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. അതായത് സിനിമയ്ക്ക് ഇന്ന് 65-70 ലക്ഷം രൂപയോളം കളക്ഷൻ വരുമെന്നുള്ളതാണ്. മികച്ച രീതിയിലുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് വരുന്നത്. മികച്ച പ്രതികരണമായിരുന്നു സിനിമയ്ക്ക് ആദ്യ ദിനം വന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാം ദിനം നല്ല ലെവലിലുള്ള ഒരു തിരക്ക് കാണുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ 70-ൽ നിന്ന് 1 കോടി എത്തിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ആട് അങ്ങനെ 25-ാം ദിനത്തിലേക്ക് അടുക്കുകയാണ്. 24-ാം ദിനമാണ് ആടിൻ്റെ ഇന്ന് സിനിമയ്ക്ക് 126 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 4,800-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ ഇന്ന് തിയേറ്റർ ഓക്യുപ്പൻസി 22% ഉയരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. 8,40,000 രൂപയാണ് സിനിമയ്ക്ക് ഇന്ന് ഇതുവരെ കളക്ഷൻ ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. ഇന്നലെ ഫൈനൽ വന്നത് 8,68,000 രൂപയാണ്. ഇന്ന് തീർച്ചയായും 10 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കാം ട്രാക്ഡ് കളക്ഷൻ വരുന്നത്. അതായത് ഒരു 15-16 ലക്ഷം രൂപ സിനിമയ്ക്ക് വരും എന്നുള്ളതാണ്. 125 കോടിയോളം സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു ലോങ് റൺ തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടിയും കടന്ന് സിനിമ മുന്നോട്ട് കുതിക്കുകയാണ്. ജയസൂര്യയുടെ 100 കോടി സിനിമ ഇനി വരാനിരിക്കുന്നത് കത്തനാറാണ്. കത്തനാറിന് ഇതൊരു വലിയ മാറ്റു കൂട്ടും എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വേൾഡ് വൈഡായിട്ട് സിനിമ അതിഗംഭീരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസത്തിനടുത്തെത്തുമ്പോഴും സിനിമയ്ക്ക് മികച്ച രീതിയിൽ ഓടാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരുപാട് റിലീസുകൾ, വിഷു റിലീസുകൾ വരുന്നു. അതിനിടയിലും ആട് പിടിച്ചു നിൽക്കുന്നു. ഏകദേശം 135 കോടിയൊക്കെ എത്തും ഫൈനലായിട്ട് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണേലും വെള്ളിയാഴ്ചത്തേനേക്കാൾ കൂടുതൽ കളക്ഷൻ ശനിയാഴ്ച വരികയുണ്ടായി. അന്ന് ബാക്കിയുള്ള റിലീസ് ഉള്ളതുകൊണ്ടാണ് ഇടിവുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, സിനിമ മുന്നോട്ട് പോകുന്നത് മികച്ചതായിട്ട് തന്നെയാണ്. ഇനിയും അടുത്തത് പ്രതിച്ഛായ എന്ന ചിത്രമാണ്. പ്രതിച്ഛായ ഇറങ്ങി ഏകദേശം ഒരു വാരം കഴിയുന്നു. 2 വാരം കഴിഞ്ഞ് ഇപ്പോൾ 17-ാം ദിനത്തിലേക്ക് സിനിമ എത്തുന്നു. 19 ഷോകളിൽ നിന്ന് 680ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 1,60,000 രൂപയോളമാണ് ഇതുവരെ ട്രാക്ഡ് കളക്ഷൻ വന്നിരിക്കുന്നത്. 2.5 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് കളക്ഷൻ ഇന്നും നേടിയിട്ടുണ്ടാകാം. സിനിമ വലിയ ഒരു പരാജയത്തിലേക്ക് തന്നെയാണ് നടക്കുന്നത്. ഏകദേശം 6 കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ദുരന്തർ അങ്ങനെ മികച്ച രീതിയിൽ 1,700 കോടിയിലേക്ക് ടച്ച് ചെയ്യുകയാണ്. ഇന്നും സിനിമയ്ക്ക് ലോകമെമ്പാടും മികച്ച രീതിയിൽ പോകുന്നുണ്ട്. ഇവിടെ കേരള ബോക്സ് ഓഫീസിൽ 25 ഷോകളാണ് സിനിമയ്ക്കുള്ളത്. 1,500ഓളം ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റുപോയിരിക്കുന്നു. 35% തിയേറ്റർ ഓക്യുപ്പൻസിയിൽ സിനിമ 4 ലക്ഷം രൂപയാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. ഇന്നലെ 5,72,000 രൂപ ട്രാക്കിങ്ങിലൂടെ വന്നു. അതായത് 8-9 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 19 കോടിയിലേക്ക് എത്തും. 20 കോടി ഫൈനൽ നേടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ദുരന്തർ 1 ഉള്ളതുകൊണ്ട് തന്നെ ദുരന്തർ 2ലേക്ക് എത്തുമ്പോൾ വലിയ ഒരു കളക്ഷനും അതേപോലെ തന്നെ അതിന് മുകളിൽ നിൽക്കുന്ന സിനിമ എന്ന പേര് വരികയും അങ്ങനെ വമ്പൻ വിജയവുമായി ഈ ഒരു സിനിമ വരികയാണ്. സിനിമ 2,000 കോടിയിലേക്ക് കയറുമോ എന്നുള്ള ഒരു ചോദ്യമാണ് നിൽക്കുന്നത്. അത് എത്തും എന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ ഒരു ലോങ് റണ്ണിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ടി വരുന്നു. മോഹൻലാലിൻ്റെ ദൃശ്യം 2 റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ റിലീസ് എന്ന് തന്നെ പറയാം. തിയേറ്ററിലാണ് സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ OTT-യിലായിരുന്നു. ഇന്ന് സിനിമയ്ക്ക് 48ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലത്തെ ഫൈനൽ കളക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ട്രാക്കിംഗ് മുഖാന്തരം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് 85 ഷോകൾ നടന്നു. 870ഓളം ഓഡിയൻസ് സിനിമ കണ്ടു. സിനിമയ്ക്ക് 1,29,000 രൂപയോളമാണ് ഇന്നലെ ട്രാക്ഡ് കളക്ഷൻ വന്നത്. ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് കളക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇന്ന് സിനിമയ്ക്ക് ഇതുവരെ 590ഓളം, ഏകദേശം 600 ടിക്കറ്റുകളോളം വിറ്റുപോകുമ്പോൾ 83,000 രൂപയോളം വന്നു. ഇന്നും സിനിമയ്ക്ക് 1,50,000 രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടാകുമെന്നുള്ളതാണ്. സാധാരണ മോഹൻലാൽ സിനിമയ്ക്ക് കിട്ടുന്ന ഒരു പുള്ള് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിട്ടില്ല. നമുക്കറിയാം, റിലീസ് ചിത്രമാണ്. അതിന് അത്രയും തന്നെ നമ്മൾ കാര്യങ്ങൾ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. ഇതിനു മുമ്പ് വന്ന മോഹൻലാൽ ചിത്രങ്ങൾ അല്ലെങ്കിൽ റിലീസ് ചിത്രങ്ങളെല്ലാം തരംഗമായിരുന്നു. പക്ഷേ എപ്പോഴും ഇത് തന്നെയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. നല്ല സിനിമകൾ വരുമ്പോൾ ആളുകൾക്ക് അത്ര ഇഷ്ടമാകില്ല. അവർക്ക് അടിച്ചുപൊളി ചിത്രങ്ങൾ തന്നെയാണ്. അടിച്ചുപൊളിയും മോശം എന്നല്ല, ഇതേപോലെയുള്ള സിനിമകളെ ആളുകൾ അത്രയും നെഞ്ചിലേറ്റാറില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ദൃശ്യം 2
ദൃശ്യം 3ക്ക് അല്ലെങ്കിൽ ദൃശ്യം 3 ഇറങ്ങേണ്ട സമയത്താണ് ഇറങ്ങിയിരിക്കുന്നത്. ദൃശ്യം 3 വരുമ്പോൾ അതൊരു മൈലേജ് ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയാം. ഒരുപാട് പേർക്ക് ആഗ്രഹമുള്ളവർക്ക് തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു സുവർണ്ണ അവസരം തന്നെയാണ്. കാരണം ഇത് OTTയിലാണ് അന്ന് റിലീസ് ചെയ്തിരുന്നത്. അന്നൊരു വലിയ ഹിറ്റായിരുന്നു OTTയിൽ എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തീർച്ചയായും 200 കോടി നേടുന്ന ആദ്യ മലയാള ചിത്രമായേനെ. റിലീസ് ചിത്രങ്ങളിൽ ആരുടെ പടമാണെങ്കിലും ഇങ്ങനെയുള്ള സിനിമകൾക്ക് അത്ര മികച്ച റെസ്പോൺസ് കിട്ടാറില്ല. അമരം പോലെയുള്ള ഗംഭീര സിനിമകൾ ഇറങ്ങിയിട്ട് പോലും ആളുകൾ കാണാത്തവരാണ്. അവിടെ അടിച്ചുപൊളിയും ഡാൻസും തുള്ളിമറിയാനുമൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾ ഇടിച്ചു കയറുമെന്നുള്ളത് രാവണപ്രഭു നമുക്ക് കാണിച്ചു തന്നാണ്. സിനിമ കാണുകയല്ല, ആഘോഷിക്കുകയാണ് തിയേറ്ററുകളിൽ നമ്മൾ അന്ന് കണ്ടത്. അവിടെ ഒരു ദൃശ്യം 2 പോലെയുള്ള നല്ല ക്ലാസിക് സിനിമകൾ വരുമ്പോൾ ആളുകൾക്ക് അത് താല്പര്യക്കുറവ് നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി നമുക്ക് നേരെ വാഴയുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. വാഴ 2 റെക്കോർഡുകൾക്ക് മേലെ റെക്കോർഡും പറത്തിക്കൊണ്ട് 10ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 10ാം ദിനവും സിനിമയ്ക്ക് വമ്പൻ കളക്ഷനായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സിനിമ 2283 ഷോകളാണ് സിനിമയ്ക്ക് ഇന്ന് നടന്നിരിക്കുന്നത്. അതായത് ട്രാക്ക് ചെയ്യപ്പെട്ട അതിനു മുകളിലുള്ള ഷോകളാണ്. ഇപ്പോൾ തന്നെ 4,06,000 മുകളിലുള്ള ഓഡിയൻസ് സിനിമ കണ്ടു. 66% സിനിമയുടെ ഇതുവരെയുള്ള തിയേറ്റർ ഓക്യുപ്പൻസി. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ സിനിമ 5 കോടിയൊക്കെ കടന്നിരുന്നു. ഇപ്പോൾ 6,54 ലക്ഷം രൂപയാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഫൈനലായിട്ട്, അതായത് 8 മണി വരെയുള്ള കണക്കുകളാണ്. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 8 കോടിയോളം സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നും നേടുമെന്ന്. പുതിയ റെക്കോർഡ് തന്നെയാണ് സിനിമ ഇടുന്നത്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 70 കോടി ടച്ച് ചെയ്യാൻ പോകുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമ 135-40 കോടി ആ റേഞ്ചിലേക്ക് എത്തുകയാണ്. ഇതുവരെ ഒഫീഷ്യലായിട്ടുള്ള അങ്ങനെയുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും 125-നും 140-നും ഇടയിലാണ് സിനിമയുടെ ഇപ്പോഴത്തെ കളക്ഷൻ നിൽക്കുന്നത്. ഓരോ ദിവസവും സിനിമയ്ക്ക് 7 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ്. ഇന്നലെ സിനിമയുടെ ഫൈനലായി കളക്ഷൻ വന്നത് 6,33 ലക്ഷം രൂപയാണ്. അതായത് ഏറെക്കുറെ 6,85-90 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ 9ാം ദിനത്തെ കളക്ഷൻ വന്നത്. ഇന്ന് തീർച്ചയായും 7.5-8 കോടിക്ക് മുകളിലേക്ക് എത്താനുള്ള ചാൻസുകൾ ഏറെയാണ്. നാളെയും സിനിമയ്ക്ക് അതിഭീകര ബുക്കിംഗാണ്. ബുക്ക് മൈ ഷോ എടുത്തു കഴിഞ്ഞാൽ റെഡ് അലേർട്ട് എന്ന് തന്നെ പറയാം. ഹിന്ദി തമിഴ് സിനിമകളൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിരുന്ന ആ ഒരു പ്രതിഭാസം ഇപ്പോൾ വാഴയിൽ കാണുമ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾ വലിയ രീതിയിലുള്ള സന്തോഷത്തിലാണ്. കാരണം നമ്മളന്ന് കൊതിച്ചിട്ടുണ്ട് ചില സിനിമകളൊക്കെ വരുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടും റെഡ് അലേർട്ട് വരുമ്പോൾ മലയാളത്തിൽ അങ്ങനെയുള്ള സിനിമ കാണാൻ വിരളം എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ടോ എന്ന് തന്നെ നമുക്ക് കാണുമ്പോൾ കുറവാണ്. 10ാം ദിനത്തിൽ ഇത്രത്തോളം തിരക്ക്, 11ാം ദിനത്തിൽ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതൊരു സന്തോഷകരമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ തന്നെ 4 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇന്ന് ഫൈനലായി പ്രതീക്ഷിക്കുന്നത്. 4.5 ലക്ഷത്തിന് മുകളിലെങ്കിലും ടിക്കറ്റുകൾ വിറ്റുപോകുമെന്നുള്ളതാണ്. ഇതുവരെ 19,355ഓളം ഷോകളാണ് സിനിമയുടേതായി നടന്ന ട്രാക്കേഴ്സ് പറയുന്നത്. 41,70,000 ടിക്കറ്റുകൾ വിറ്റുപോയെന്ന് അവർ പറയുന്നു. എന്തായാലും സിനിമ വമ്പൻ ഹിറ്റടിക്കട്ടെ. വരുന്ന ശനി ഞായറോടുകൂടി സിനിമ 200 കോടി ടച്ച് ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യണം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തു തരാം. ഗ്രേറ്റ് മീഡിയാസ്. ഏതെങ്കിലും ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം. താങ്ക് യു.